ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചാണ്. പല ആളുകളും ഉദ്ധാരണ പ്രശ്നം അനുഭവിക്കുന്നവരാണ്. എന്നാൽ ഇതിനുള്ള കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളത് എന്ന് പലർക്കും അറിയില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഉദ്ധാരണ പ്രശ്നം വരുന്നത് എന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത്. നാം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, ഒരാൾക്ക് ഒരു ഉദ്ധാരണ പ്രശ്നം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രധാന കാരണം ശാരീരികവും മാനസികവും അല്ലെങ്കിൽ ജീവിതശൈലീപരവുമായിട്ടുള്ള കാരണങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഓരോരുത്തരുടെയും കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കും. എല്ലാവർക്കും ഒരു കാരണമായിരിക്കില്ല, എല്ലാവർക്കും പലതരം കാരണമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഉദ്ധാരണ പ്രശ്നം നേരിടുന്നവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതശൈലിയിലുള്ള മാറ്റം എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം ഞാൻ മനസ്സിലാക്കുന്നത് ശാരീരികമായിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ശാരീരികമായിട്ടുള്ള കാരണങ്ങളാണ്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് പ്രമേഹമുള്ള ആളുകളിൽ ഉദ്ധാരണ പ്രശ്നം ഉണ്ടായേക്കാം. അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്രമേഹ രോഗമുണ്ട്, ഷുഗറുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രശ്നം വന്നേക്കാം. ഇനി അടുത്തതായിട്ട് ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ആളുകൾക്കും ഈ പ്രശ്നം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ഉയർന്ന കൊളസ്ട്രോള്, ഹൃദയരോഗങ്ങളെ, അതിറോക്ലീറോസിസ്, പാർക്കിൻസൺസ്, മൾട്ടിപ്പിൾ സ്ക്ലിയറോസിസ്, മെറ്റാബോളിക് പ്രശ്നങ്ങളെ, പെയറോണിസ് ഡിസീസ്, ചില മരുന്നുകളുടെ ഉപയോഗം, അമിതമായിട്ടുള്ള മരുന്ന് കഴിക്കൽ, അതുപോലെ തന്നെ ശരീരത്തിലെവിടെയെങ്കിലും നട്ടലിലൊക്കെ നടത്തിയ ശാസ്ത്രക്രിയ മൂലം, അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ശാസ്ത്രക്രിയയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ക്രമം തെറ്റിയുള്ള ഉറക്കം, ആവശ്യമുള്ള ഉറക്കം ഇല്ലായ്മ, നേരിക്ക് ഉറങ്ങാതിരിക്കുക. നമ്മുടെ ഇപ്പോഴത്തെ ഈ സമൂഹത്തിലൊക്കെ അധികം ആളുകളും കൂടുതൽ സമയം ഫോണിൽ ചിലവഴിച്ച് ഉറക്കം കുറവുള്ള ഒരു കാലഘട്ടമാണ് അല്ലേ പലർക്കും. അപ്പോൾ ഒരു ദിവസം ഒരു മനുഷ്യൻ ഉറങ്ങേണ്ട സമയം അത് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ചികിത്സ, അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറവ്, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രശ്നം അനുഭവിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഉദ്ധാരണ പ്രശ്നം വരാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇനി ഈ പ്രശ്നമൊന്നുമില്ല, ഇനി മാനസികപരമായിട്ടുള്ള കാരണങ്ങളാണ് ഒരു മനുഷ്യന് വരുന്നത് എന്നുണ്ടെങ്കിൽ അവർക്കും ഉദ്ധാരണ പ്രശ്നം വരാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. ഇനി ആ മാനസികപരമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഉത്കണ്ഠം, അതുപോലെ വിഷാദം, പിരിമുറുക്കം, സമ്മർദ്ദം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാരണങ്ങൾ. ഇതാണ് മാനസികമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഒരാൾക്ക് വരുന്ന ഉത്കണ്ഠം, വിഷാദം, അതുപോലെ തന്നെ പിരിമുറുക്കം, സമ്മർദ്ദം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാരണങ്ങൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ജീവിതശൈലീപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ഒരാൾക്ക് ഉദ്ധാരണ പ്രശ്നം ഉണ്ടായേക്കാം. ഈ ജീവിതശൈലീപരമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന്, മദ്യപാനം കൊണ്ട് ഉദ്ധാരണ പ്രശ്നം ഉണ്ടാകും, ഉറപ്പാണ്. ഒരിക്കലും നിങ്ങൾ മദ്യപിക്കല്ലേ. നമുക്ക് ഈ ലോകവും പരാജയപ്പെട്ട കോലത്തിലാണ് പോവുക. അതുകൊണ്ട് ഒരിക്കലും മദ്യപിക്കരുത്, ഒരിക്കലും ഹറാമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. ഈ കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മെ എല്ലാവരെയും പടച്ചറബ് കാത്തിരക്ഷിക്കട്ടെ. അതുപോലെ പുകവലിക്കുന്നവർക്കും ഉദ്ധാരണ പ്രശ്നമുണ്ടാവാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. അതുപോലെ തന്നെ അലസ ജീവിതം, വ്യായാമക്കുറവ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരം നന്നായി ഭക്ഷണം കഴിച്ച് ഒരു അനക്കമില്ലാത്ത തടിയാക്കി മാറ്റരുത്. ആവശ്യത്തിന് വ്യായാമമൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ആവശ്യമില്ലാതെ ഭക്ഷണം നിങ്ങൾ കളയരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപാട് സ്ഥലത്ത് പൊന്നുമക്കൾ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ്. നമുക്കറിയാം ഫലസ്തീനിലേക്ക് അവസ്ഥ, വെള്ളമില്ല, വസ്ത്രമില്ല, ഭക്ഷണമില്ല, വളരെയേറെ വിഷമിച്ച് ജീവിക്കുന്ന ഒരുപാട് പൊന്നുമക്കൾ അല്ലേ, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കണം, നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാർ. പടച്ചറബ് നമുക്ക് നല്ല നല്ല വസ്ത്രങ്ങൾ തന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഭക്ഷണം, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഭക്ഷണം, ആഗ്രഹിക്കുന്ന ഭക്ഷണം എല്ലാം നമുക്ക് മുന്നിലെത്തുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്താണോ വേണ്ടത് അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഭക്ഷണത്തോടെ ബഹുമാനിക്കുക. ഭക്ഷണം കിട്ടാതെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവരേക്കൊന്ന് ഓർക്കുക, ഒരു നിലക്കും നിങ്ങൾ ഭക്ഷണം പായാക്കരുത്. വീട്ടിലുള്ള പൊന്നു മക്കളോടൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഭക്ഷണത്തെ ബഹുമാനിച്ചുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് വളർത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വിഷയം പറഞ്ഞപ്പോൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചതാ എന്ന് മാത്രം. അപ്പോൾ ഭക്ഷണം, അമിതവണ്ണവും വ്യായാമക്കുറവും നിങ്ങൾ ശ്രദ്ധിക്കണം.
ഈ വ്യായാമക്കുറവ് ഉള്ളവരിൽ അതുപോലെ തന്നെ അമിതവണ്ണമുള്ളവരിലും ഉദ്ധാരണ പ്രശ്നം ഉണ്ടാവാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അമിതവണ്ണമുള്ളവരാണെങ്കിലും വ്യായാമക്കുറവുള്ളവരാണെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക. ദിവസവും ചുരുങ്ങിയത് 1-1.5 മണിക്കൂർ നിങ്ങൾ അതിനു വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനമായിട്ട് പറയുന്നത് സമീകൃത ആഹാരക്കുറവ്, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ്, വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല നല്ല ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നത് കുറവ്. ആവശ്യത്തിനുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. വെറും നമ്മളെല്ലാവരും ഈ ഒരു പുതുതലമുറയിൽ ഫാസ്റ്റ് ഫുഡിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസും പ്രോട്ടീനും അടങ്ങിയ ആ ഭക്ഷണവും നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിലെന്തെങ്കിലും കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാൻ ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഈ ഉദ്ധാരണ പ്രശ്നത്തിനും ഒരു ഉദ്ധാര പ്രശ്നം ഇല്ലാതാക്കാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇനി നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.